യുദ്ധങ്ങളില്ലാത്ത ആകാശവും കലർപ്പില്ലാത്ത കടലുകളും സ്നേഹഭൂമിയായ തീരങ്ങളുമുള്ള ഭൂലോകമാണ് സ്വപ്നം. പക്ഷേ ചരിത്രം പഠിക്കുന്ന നാളത്തെ തലമുറയ്ക്ക് നിലവിളികളുടെ കാലഘട്ടമാണ് ഈ വർത്തമാനകാലം. ഒരു ഭരണാധികാരിയുടെ മനസ്സിൽ മുളപൊട്ടുന്ന യുദ്ധപ്രേമം പല തലമുറകളുടെ മനസ്സിൽ കെടാതെ കത്തുന്ന കനലാകും. അതിമോഹങ്ങളുടെ ചിറകരിഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഏത് യുദ്ധവും. ഭൂലോകത്തിലേക്ക് സ്വാഗതം. കുറച്ചു നാളായി പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഇറാന്റെ തിരിച്ചടി വൈകിയില്ല. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഏതാണ്ടൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു? ഈ ചോദ്യത്തിന് ഒന്നല്ല, ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇറാന്റെ അണുവായുധ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഒരു കാരണം. അഥവാ ഇസ്രയേൽ അങ്ങനെ വിശ്വസിക്കുന്നു. അണുവായുധം നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഇറാന്റെ പക്കൽ കുന്നുകൂടുന്നു എന്നത് അമേരിക്ക സ്ഥിരീകരിക്കുന്നുമുണ്ട്. പക്ഷെ അവരും ഇറാൻ ഉടൻ അണുവായുധം നിർമ്മിക്കുമെന്ന് കരുതുന്നില്ല. ഇസ്രയേലാകട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് കാത്തുനിൽക്കാനുള്ള ക്ഷമയൊന്നും ഒരിക്കലും കാണിക്കാറില്ല. ഇത്തവണയും അങ്ങനെ തന്നെ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രയേലിന്റെ ബോംബുകളും മിസൈലുകളും എത്തി. ഇസ്രയേലിനും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ കക്ഷികൾക്കുമെല്ലാം അണുവായുധമുണ്ട്. പക്ഷേ ഇറാൻ അതിന് തുനിയരുത്. അതാണ് അവരുടെ എല്ലാം വാദം. ഇറാന്റെ ആണവായുധ നിർമ്മാണം തകർക്കാൻ ഇസ്രയേൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം തുടങ്ങിയിട്ട് കാലം കുറേയായി. കഴിഞ്ഞ 15 വർഷത്തിനിടെ 5 ആണവ ശാസ്ത്രജ്ഞരെയെങ്കിലും ഇറാനിൽ കടന്ന് ഇസ്രയേൽ വകവരുത്തിയിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും വെച്ച് നിരവധി പ്രധാന സൈനിക ഉദ്യോഗസ്ഥരെയും വധിച്ചു. ചെറിയ രീതിയിലുള്ള തിരിച്ചടികളല്ലാതെ കാര്യമായ നടപടിയൊന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല. അതേസമയം തീവ്രവാദ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഇറാന്റെ പ്രധാന തിരിച്ചടികൾ. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഈ സഖ്യത്തിന്റെ പേര്. ഒറ്റ ലക്ഷ്യം: ഇസ്രയേലിന്റെ നാശം. ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള, ഗാസയിൽ നിന്ന് ഹമാസ്, യമനിൽ നിന്ന് ഹൂത്തികൾ. പണവും ആയുധങ്ങളും ഇറാനിൽ നിന്ന് വരും. ഇവരുടെ ആക്രമണങ്ങളിൽ ഇസ്രയേൽ പൊറുതിമുട്ടുമ്പോൾ മറ്റിടങ്ങളിലേക്ക് ശ്രദ്ധ തിരിയില്ല എന്നതാണ് യുക്തി. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഹമാസ് ആക്രമണത്തിന് ശേഷം സ്ഥിതി മാറി. 3 തീവ്രവാദ സംഘടനകളെയും നിലം പരിശാക്കാനുള്ള ശ്രമത്തിലാണ് നേരത്തെ തന്നെ ഇസ്രയേൽ. അതിന് ആക്കം കൂടി. അതോടൊപ്പം ഇറാനെ നേരിട്ട് ആക്രമിച്ച് തകർക്കാനും തീരുമാനിച്ചിരുന്നു ഇസ്രയേൽ. ഇതിനു പക്ഷേ ഒരു തടസ്സമുണ്ടായിരുന്നു. ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള പദ്ധതി അമേരിക്ക ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അമേരിക്ക പിന്തുണയ്ക്കാതെ ഇസ്രയേലിന് ഇത് ചെയ്യാനുമാവില്ല. പക്ഷെ ട്രംപ് വന്നതോടെ സ്ഥിതി മാറി. എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇത്തവണത്തെ യുദ്ധകഥയിൽ ഒരു നിർണായക കഥാപാത്രവുമായി. ഇസ്രയേലിനെ ഒഴിവാക്കി നേരിട്ട് തീവ്രവാദികളോടും മുസ്ലിം രാജ്യങ്ങളോടും ചർച്ചകൾ നടത്തുകയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക. ഇറാനുമായി ആണവ ചർച്ച വരെ തുടങ്ങിവച്ചു. പലവട്ടം നടന്ന ചർച്ചകളൊക്കെ പരാജയമായി. അടുത്ത ചർച്ച മസ്കറ്റിൽ നടക്കാനിരിക്കുകയുമായിരുന്നു. ഇതേസമയം ആക്രമണത്തിന് ഇസ്രയേൽ കോപ്പുകൂട്ടുന്നു എന്നത് നാട്ടിലെങ്ങും പാട്ടായിരുന്നു. എങ്കിലും അമേരിക്കയുമായി ചർച്ചകൾ നടക്കുമ്പോൾ ആക്രമിക്കില്ല എന്നതായിരുന്നു പൊതുവിശ്വാസം. പക്ഷേ അത് തെറ്റി. ഇറാനിലെ പ്രമുഖ സൈനിക മേധാവികൾ അടക്കം അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അമേരിക്ക കൂടി അറിഞ്ഞ് ഇങ്ങനെയൊരു കെണി ഇറാന് വെച്ചു എന്നാണ്. ഇറാനെതിരെ ഇസ്രയേൽ തിരിയുന്നത് നല്ലതിനല്ല എന്ന് വ്യാഴാഴ്ച പറഞ്ഞ ട്രംപ് ആക്രമണത്തിന് ശേഷം പറഞ്ഞത് ഗംഭീരമെന്നാണ്. ഇനിയും പ്രഹരമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. I want to have an agreement with Iran. We're fairly close to an agreement. We are fairly close to a pretty good agreement. It's got to be better than pretty good though, but it's got to be, I'd much prefer an agreement. As long as I think there is an agreement, I don't want them going in because I think that would. സത്യത്തിൽ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് നേരത്തെ അറിഞ്ഞിരുന്നോ? അതോ ഇന്ത്യ പാക് യുദ്ധം നിർത്തിച്ചു എന്ന് പറയുന്നത് പോലെ തള്ളാണോ? വ്യക്തമല്ല. അതെന്തായാലും
ഇറാനെ ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായിരുന്നു ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇറാനുമായി വലിയ അടുപ്പമുണ്ടായിരുന്ന സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം ഇന്നില്ല. വിമത സൈന്യം അധികാരം പിടിച്ചു. അൽ അസദ് രാജ്യം വിട്ടു. ഉറ്റ സഖ്യകക്ഷിയായ റഷ്യ യുക്രൈനിൽ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചൈനയാണെങ്കിൽ ഒരിക്കലും സൈനികമായി നേരിട്ട് സുഹൃത്തുക്കളെ സഹായിച്ച ചരിത്രമില്ല. പിന്നെയുള്ളത് തീവ്രവാദി സംഘങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ സായുധ പോരാട്ടം കൊണ്ട് ഹമാസ് ഏതാണ്ട് നിലം പരിശായി. യമനിലെ ഹൂതി വിമതരും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക കരുത്തിൽ തകർന്നു കിടക്കും. ലെബനനിലെ ഹിസ്ബുള്ളയുടെ അവസ്ഥയും ഏതാണ്ട് ഇതൊക്കെ തന്നെ. ഇതൊന്നും പോരാഞ്ഞ് കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ മിസൈൽ ലോഞ്ചറുകളും മിസൈൽ വേധ സംവിധാനങ്ങളും തകർന്നതായി വാർത്തകളുമുണ്ടായിരുന്നു. അത് ശരിവെക്കും വിധം ഇസ്രായേലിന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ഇറാനിൽ കടന്ന് ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്തി. 200ഓളം വിമാനങ്ങൾ പലതവണ ഇറാനിൽ കടന്നാണ് ആക്രമണം നടത്തിയതെന്ന് ഓർക്കണം. സൈനികമായി അതിദുർബല സ്ഥിതിയിലാണ് ഇറാൻ. അതാണ് ഇസ്രായേൽ ആക്രമണം തെളിയിച്ചത്. ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കണം ഇറാനെ ആക്രമിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇസ്രായേൽ വലിയ താമസമില്ലാതെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ യുദ്ധമായിരിക്കും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തുറുപ്പുചീട്ട്. ഇറാൻ ഇനി എന്ത് ചെയ്യും? ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്നത് തുടരുമോ? ആണവ പദ്ധതി ഉപേക്ഷിക്കുമോ? രണ്ടും പെട്ടെന്ന് തീരുമാനിക്കാനാവുന്ന കാര്യങ്ങളല്ല. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിച്ചാൽ ആക്രമണം അപ്പോൾ നിർത്താമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അമേരിക്കയും അതിന് പിന്തുണയ്ക്കുന്നു. അതനുസരിച്ചാൽ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുന്നോട്ട് എന്ന സന്ദേശമായിരിക്കും അവർ നൽകുക. അതേസമയം സൈനിക നേതൃത്വത്തിലെ പ്രധാനികളെ എല്ലാം കൊന്നൊടുക്കി പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തകർത്ത ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുക അത്ര എളുപ്പവുമല്ല. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് ഇറാനിലെങ്ങും വേരുകളുണ്ടെന്ന് ഇതിനോടകം വ്യക്തമായ കാര്യമാണ്. ഇനി എന്താണ് ഇസ്രായേലിന്റെ ആവനാഴിയിൽ ബാക്കിയുള്ളതെന്നത് അതുകൊണ്ട് വ്യക്തവുമല്ല. ഇറാനോട് വലിയ താല്പര്യമില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഒരു അനിഷേധ്യ ശക്തിയായി മാറുന്നതിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? വരും ദിവസങ്ങളിൽ അവരുടെ നീക്കങ്ങളായിരിക്കും നിർണായകം. കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും വരച്ച വരയിൽ കാര്യങ്ങൾ എത്തിയെന്ന് ഉറപ്പിക്കാം.